വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് 4 ടൈപ്പ് മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബട്ട് ഇതിനൊക്കെ പേരുകൾ എറണാകുളത്തെ മമ്മിയുടെ മീൻകറി, കൊടാരം മമ്മിയുടെ മീൻകറി, ധന്യയുടെ വീട്ടിലെ മീൻകറി ആൻഡ് എൻ്റെ വീട്ടിലെ മീൻകറി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോണേ. ആൻഡ് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ കപ്പ മാഷൊക്കെ ഇല്ലേ, അതിൻ്റെ 5 ഡിഫറെൻറ്റ് വെറൈറ്റി. അപ്പോൾ ആദ്യം ചെയ്യാൻ പോണേ എൻ്റെ മമ്മിയുടെ ടൈപ്പ് മീൻകറിയാണ് കേട്ടോ. കൊടാരയിൽ ചെല്ലുമ്പോൾ എപ്പോഴും ആ മീൻകറിയാണ് മമ്മി വെക്കണേ. പൊടികളൊന്നും വഴറ്റാണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണേ. ഞാനൊരു 250 ഗ്രാം മീനിൻ്റെ മെഷർമെൻറ്റാണ് പറയാൻ പോണേ. ഞാനിപ്പോൾ ചെമ്പല്ലിയാണ് യൂസ് ചെയ്തേക്കണേ. ചെറിയ ഉള്ളി ഇതുപോലെ പൊടി പോലെ അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1.5 ടീസ്പൂൺ, പച്ചമുളക് പൊടി പോലെ അരിഞ്ഞത് ഒരു 5 എണ്ണം. ആൻഡ് ഇത് നല്ല മഞ്ഞ കളറിലെ കറിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വേണം. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. കളറ് മാറരുത്, നല്ല മഞ്ഞ കളറിലിരിക്കണം, അതിന് ഈ എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യണേ. ആൻഡ് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ തന്നെ. ഉപ്പ് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുത്തുന്നത്. എന്നിട്ട് മീൻ ആഡ് ചെയ്യാം. ഇത് ഭയങ്കര ഈസി കറിയാട്ടോ. എന്നിട്ട് മീനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഇനിയൊരു 10 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാങ്ങ യൂസ് ചെയ്ത് ശീലമില്ലെങ്കിൽ മാങ്ങ എപ്പോഴും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നേരെ തന്നെ ആഡ് ചെയ്യാം. ഈ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തില്ലേ, അതിലോട്ട് ഒരു 5 ചെറിയ പീസ് മാങ്ങ, ഈ പുളി നോക്കിയിട്ട്. ഇനി 2 പാല് 1/2 കപ്പ്. ഞാൻ ഈ 250 ഗ്രാം മീനിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 500 ഗ്രാം ആണെങ്കിൽ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ 2 പാല് 1/2 കപ്പ്. ഇനി തിളപ്പിക്കാൻ വെക്കാം. ഇതിപ്പോൾ കാളാഞ്ചി ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. ഏത് മീനായാലും എടുക്കാട്ടെ ഈ കറിക്ക്. ഈ കറിയല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ 4 കറിക്കും ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങി. ഇനി മൂടി വെച്ച് തീ കുറച്ചിടാം. നെയ്മീനും കരിമീനൊക്കെ കുറച്ചും കൂടി സമയം വേണം. ബട്ട് കാളാഞ്ചിയാണ് ഏറ്റവും പെട്ടെന്ന് കുക്ക് ചെയ്യണത്. കാളാഞ്ചി അതെ, ചെമ്പല്ലി അതെ. ഇതിപ്പോൾ തന്നെ കുക്കായിട്ടുണ്ട്. ഇനി കട്ടിപ്പാൽ ഒഴിക്കണം. ഈ മാങ്ങ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് കട്ടിപ്പാൽ ഒഴിക്കാം. 1 കപ്പ് കട്ടിയുള്ള പാല്, നല്ല കട്ടിയുള്ള പാല്. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. എന്നിട്ട് തീ കുറഞ്ഞിങ്ങനെ കിടക്കട്ടെ. ഈ മീൻകറി സ്പൂൺ കൊണ്ടിട്ട് ഇളക്കരുത് കേട്ടോ, എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കണമെന്നല്ല. തിളയ്ക്കാൻ തുടങ്ങണേക്കാൾ മുമ്പ് ഇങ്ങനെ ചുറ്റിച്ച് വെക്കാം. ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ തെളിയണം മേലെ, അതാണ് ടേസ്റ്റ്. നമ്മുടെ ആദ്യത്തെ മീൻകറി റെഡി ആയിട്ടുണ്ട്, കൊടകര സ്റ്റൈൽ, എൻ്റെ മമ്മിയുടെ. ഇനി താളിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഉപ്പും പുളിയും ചെക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇത് കറക്റ്റാണ്, ഈ ക്വാണ്ടിറ്റി പെർഫെക്റ്റാണ്. ആൻഡ് മാങ്ങ മാത്രം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം. അപ്പോൾ എപ്പോഴും മാങ്ങ കുറച്ച് വേറെ വേവിച്ച് വെക്കുകയാണെങ്കിൽ പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അത് എടുത്തിട്ടാൽ മതി, വേവിച്ച മാങ്ങ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി മീൻകറിയൊക്കെ താളിക്കുമ്പോൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക, അതെല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മതി. പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ കീറിയിട്ടത്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ താളിക്കൂലേ, ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പം മഞ്ഞപ്പൊടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം. എരിവ് കുറച്ചും കൂടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എരിവ് ഇടാം. ഒരുപാട് മൊരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കറിയിലോട്ട് ഒഴിച്ചാൽ മതി. പിന്നെ വേപ്പിലയും ആഡ് ചെയ്യാം. ഇനി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആവട്ടെ. ഇനി അടുത്തത്. ഇനി ഞാനെപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഈ പൊടികളെല്ലാം ഇടുന്നത്. അപ്പോൾ ഇനി അതാ ചെയ്യാൻ പോണേ. ഞാൻ തക്കാളിയും ആഡ് ചെയ്യും. ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും നല്ല പല ടൈപ്പ്, എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ഉണ്ടാക്കാണ്ട് പലത് ട്രൈ ചെയ്യാനായിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യണേ. കോക്കനട്ട് ഓയിൽ, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒരു 3 എണ്ണം, പിന്നെ ഇഞ്ചി 1.5 ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു 1/4 ടീസ്പൂൺ മതി, കുറച്ച് മതി വെളുത്തുള്ളി. വേപ്പില ഓവറായിട്ട് മൊരിയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഞാൻ 250 ഗ്രാംസിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ് പറയാൻ പോണേ. 5 പീസ് മാങ്ങ ഇട്ടിട്ടുണ്ട്, അതൊന്ന് സോട്ടേ ആവട്ടെ. നമ്മൾ നേരത്തെ വെച്ചത് തെളിഞ്ഞ ഒരു മഞ്ഞ കളറല്ല, ഇതിലും കുറച്ചും കൂടി മുളക് പൊടി ഉണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, സ്പൈസി മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിന് ഉപ്പ് 1 ടീസ്പൂൺ തന്നെ. ഇനി ഒരുപാട് മൊരിഞ്ഞു പോകരുത്, പതിയെ ഒന്ന് സോട്ട് ചെയ്തിട്ട് മീൻ ആഡ് ചെയ്യാം. ഇതും ഏത് മീൻ വേണമെങ്കിലും, ഈ കറിയും നെയ്മീൻ വെച്ചാണെങ്കിലും കരിമീൻ വെച്ചാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളാണെങ്കിലും കറി രണ്ടും നമ്മൾ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി കുറച്ച് നേരം ഒന്ന് ഇതിലൊന്ന് കിടക്കട്ടെ, 2 മിനിറ്റ്സ്. ആൻഡ് ഒരു പകുതി തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഓപ്ഷണലാണ്, പക്ഷേ തക്കാളി ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടി വരും ഗ്രേവിക്ക്. അതും ഒന്ന് പതിയെ ഒന്ന് സോട്ട് ആവട്ടെ. ഒരുപാടൊന്നും തക്കാളി അലിയണമെന്നില്ല. ഇനി 2 പാല് 1/2 കപ്പ്. ഇനി ഒന്ന് കുക്കാവട്ടെ, മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ടിപ്പാൽ ഒഴിക്കണം. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇത് കണ്ടോ കളർ ഡിഫറൻസ് കണ്ടോ, നേരത്തെ ഉണ്ടാക്കിയതും ഇതായിട്ട്. ഇത് കുറച്ചും കൂടി എരിവുണ്ട്,
ഇത് തൃശ്ശൂർ സ്റ്റൈല്, മറ്റേ ആലപ്പുഴ സ്റ്റൈല്, എറണാകുളം സൈഡ്, കോട്ടയം സൈഡ് എന്നൊക്കെ പറഞ്ഞ മീൻകറികളുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേന്ന് വലിയ പിടുത്തില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാൻ താളിക്കുമ്പോൾ കുറച്ച് ഉലുവ ഇടാറുണ്ട്. ഉലുവ ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. ഉള്ളി, വേപ്പില. ആൻഡ് ഈ കറിക്ക് കുറച്ചും കൂടി മൊരിയണം. അപ്പോൾ ഉള്ളിയും വേപ്പിലൊക്കെ നന്നായിട്ട് മൊരിയട്ടെ. ഇനി ഇതിൽ ഞാൻ താളിക്കുമ്പോൾ ഇത്തിരി മുളക് പൊടിയും കൂടി ഇടും. എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റർ ചെയ്യണം ലോ ഫ്ലെയിമിലിട്ടിട്ട്. ആൻഡ് അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ട് ഇതിൽ മാറ്റി വെച്ചിട്ട് വേണം ഉലുവപ്പൊടി ആഡ് ചെയ്യാനായിട്ട്. മതി, ഇത്രയേ ഉള്ളൂ. ഈ ഉലുവ ഇടുമ്പോൾ വേറൊരു മണം വരും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതര ഒരു മണം വരും മീൻകറിക്ക് ഉലുവയുടെ പൊടി ആഡ് ചെയ്യുമ്പോൾ. കൂടിക്കഴിഞ്ഞാൽ കയ്പും വരും. അപ്പോൾ ഒരു പിഞ്ച് ആഡ് ചെയ്താൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ട, നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചും കൂടി റെഡിഷും ആണ്, കുറച്ചും കൂടി എരിവും ഉണ്ട് ഈ കറിക്ക്. ഇനി നെക്സ്റ്റ് ജിജോയുടെ തറവാട്ടിൽ എപ്പോഴും വെക്കുന്ന മീൻകറിയാണ്. അത് കുറച്ചും കൂടി റെഡിഷാണ്, കുറേ കൂടെ റെഡിഷാണ്. യെല്ലോ അല്ല, കുറച്ചും കൂടി റെഡിഷ് കളറാണ്. വെളിച്ചെണ്ണ, ഉള്ളി 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1/2 ടീസ്പൂൺ. ഇനി ഒന്ന് സോട്ടേ ആവട്ടെ. അപ്പം മാങ്ങ ഞാനൊരു 2 പീസ് ഇടുന്നുണ്ട്, കാരണം അവിടെ എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണ്. അപ്പം മാങ്ങ ഇടും. ആൻഡ് കൊടംപുളി 2 ചെറിയ പീസ്. കൊടംപുളി എപ്പോഴും നന്നായിട്ട് കഴുകിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അതും ഒന്ന് വഴറ്റാം, എന്നിട്ട് പൊടികളിടാം. ഇതുപോലെ ഉള്ളി സോട്ടേ ആയാൽ മതി, ഒരുപാട് മുരിഞ്ഞു വേണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്. ഇനി കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടേ. നല്ല റെഡ് കളറിലെ കറിയാട്ടോ ഇത്. കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. തീ കുറച്ചിടാം, പെട്ടെന്ന് മുരിഞ്ഞു പോരുത് ഓവറായിട്ട്. ആൻഡ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ. കൂടുതലാവരുത്, മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതലാവരുത്. ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് മീൻ ഇതുപോലെ തന്നെ 250 ഗ്രാമിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ പറയണേ. മീൻ ആഡ് ചെയ്യുക. ഇനി ആ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ മീനിൽ. എന്നിട്ട് 2 പാൽ ആഡ് ചെയ്യാം. 2 പാൽ 1/2 കപ്പ്. ഇനി മീൻ വേവട്ടെ. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് തന്നെ മതി. ഇത് ഇത്തിരി തിക്കായിട്ടിരിക്കുന്ന കറിയാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. പക്ഷേ ഇനി ലോ ഫ്ലെയിമിലിട്ട് എണ്ണയൊന്ന് തെളിയട്ടെ. ഈ കറി റെഡി ആയിട്ടുണ്ട്. മറ്റേ രണ്ടിൽ നിന്ന് ടോട്ടലി ഡിഫറെൻറ്റാണ്, നല്ല റെഡ് കളറാണ് ഈ കറി. ഇനി താളിച്ചാൽ മതി. ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉലുവ പൊടിച്ചത് ഒരു പിഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ താളിച്ചപ്പോൾ. ഇനി ആക്കി കഴിഞ്ഞിട്ട് മൂടി വെക്കാം, അപ്പോഴാണ് ശരിക്കും നല്ല ആ മണമൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇനി ഈ 3 നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ധന്യയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മീൻകറി നട്ട്സൊക്കെ അരച്ചിട്ടിട്ടാണ്. ഇനി ഈ ടൈപ്പ് മീൻകറിക്ക് ഉള്ളിയും വേണ്ട, ഇഞ്ചിയും വേണ്ട, വെളുത്തുള്ളിയും വേണ്ട, ഒന്നും വേണ്ട. മുളക് പൊടിയും കാഷ്യൂ നട്ട്സും വേണ്ടേ. കാഷ്യൂ നട്ട്സ് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം, കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ചട്ടിയിലോട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. 250 ഗ്രാമിൻ്റെ കണക്കാണ് ഞാൻ പറയണേ കേട്ടോ. ഉപ്പ് 1 ടീസ്പൂൺ. നാരങ്ങ നീര് പുളിക്കനുസരിച്ച് ഞാനൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം വേണം. വെള്ളം ഞാനൊരു 1/2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. മീനിനനുസരിച്ചുള്ള വെള്ളം. ഇതിലങ്ങനെ വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ഈസി കറിയാം. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കണേ. ഇനി മീൻ ആഡ് ചെയ്യാം. ഇത് ഏറ്റവും നല്ലത് നങ്ക് എന്ന് പറഞ്ഞ മീനാണ്. കുറച്ച് വലിയ ടൈപ്പ് നങ്കില്ലേ, നങ്കും നെയ്മീനുമാണ് അവരെപ്പോഴും ഉണ്ടാക്കാറ്. ഇതിപ്പോൾ കാളാഞ്ചിയാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. അപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, കാരണം നമ്മൾ കശുവണ്ടി ഇടുമ്പോൾ കുറച്ച് തിക്കാവും, അത് കാരണം. അപ്പം ഞാൻ കശുവണ്ടി 3 ടേബിൾ സ്പൂൺ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. ഇനി ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി മെയിനായിട്ട് നമ്മൾ ആ സോക്ക് ചെയ്ത് അരച്ച കശുവണ്ടി ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരണം. പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട്, അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. എണ്ണ തെളിയണ വരെ ഇങ്ങനെ തിളയ്ക്കണം. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കറി ഇങ്ങനെ തിളച്ച് എണ്ണ തെളിയണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുറുകണ പോലെ ഇങ്ങനെ റെഡിയാക്കാം. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അതിന് അതുപോലെ തന്നെ നട്ട്സ് അരച്ചിടുമ്പോഴും അതും ക്വാണ്ടിറ്റി കൂടട്ടെ, അപ്പോൾ ഭയങ്കര തിക്കായി പോകും. ഇതിപ്പോൾ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. കുറച്ചും കൂടി മുളക് പൊടിയുടെ ആ പച്ചക്കുത്ത് മാറാണ്ട്. അപ്പോൾ ഒന്നും കൂടി തിളക്കട്ടെ കേട്ടോ, തീ കുറഞ്ഞിടുന്നിട്ട്. അപ്പോൾ ഈ മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ടോട്ടലി ഡിഫറെൻറ്റാണ്. കുറേ നല്ല തിക്കാണ് ഈ കശുവണ്ടിയൊക്കെ അരച്ചിടണ കാരണം. ഇനി താളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് കറി. കുറച്ച് വേപ്പില ഇടണം കൂടുതൽ, അത്രയേ ഉള്ളൂ. റെഡി. ഇതിങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, ബിക്കോസ് ഞാനിത് ഇവരുടെ വീട്ടിൽ ആദ്യമായിട്ട് കാണണേ, ധന്യയുടെ വീട്ടിൽ ആദ്യമായിട്ട് കാണണേ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഈ മീൻകറികളുടെ കൂടെ 4 ടൈപ്പാണല്ലോ. അപ്പോൾ 4 ടൈപ്പ് മീൻകറിയുടെ കൂടെയും സെർവ് ചെയ്യണത് നമ്മുടെ ഈ കപ്പ കുഴച്ചത്, ചക്ക കുഴച്ചത്, ചേമ്പ് കുഴച്ചത്, പച്ചക്കായ കുഴച്ചത്, അത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണത്. പിന്നെ ചേന കുഴച്ചത്, കടച്ചക്ക കുഴച്ചത്, ഇത്രയും സാധനം. കടുക്, മുളക്, വേപ്പില. ഇത് നമ്മുടെ ചക്ക കുഴച്ചാട്ടോ. ഇതിപ്പോൾ മധുരാവല്ലേ ചക്കയ്ക്ക്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും കൂടി പതിയൊന്ന് ക്രഷ് ചെയ്തു. പച്ചമുളക് വഴറ്റും, പതിയെ ഒന്ന് വഴറ്റാം. തേങ്ങ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച ചക്ക ആഡ് ചെയ്യാം.
ഇനി നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിൻ്റെ മെയിൻ തിങ് തേങ്ങയും ഈ ചക്കയും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആവണം. ചില ആൾക്കാർക്ക് ഇങ്ങനെ ചക്ക ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെന്തിരിക്കണ ഇഷ്ടമല്ല. ബട്ട് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കണ ഇഷ്ടം. കപ്പയാണെങ്കിലും എനിക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കണ ഇഷ്ടം. നെക്സ്റ്റ് കപ്പ കുഴക്കണല്ലോ കേട്ടോ. ഇപ്പോൾ ചക്ക സെയിം രീതിയിൽ കുഴച്ച കാരണം പാൽക്കപ്പയാക്കാൻ ഓർത്തു. പാൽക്കപ്പ ഞങ്ങൾ അകത്ത് തന്നെ ആക്കി. പാൽക്കപ്പയിൽ ഇങ്ങനെ ചെറിയ പീസ് കപ്പ ഇരിക്കണത് നല്ലത്, കപ്പയുടെ പീസസ് ഉള്ളത് നല്ലത്. ആൻഡ് പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഉള്ളത് നല്ല. റെസിപ്പി എനിക്കൊന്നും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. കുറച്ചുകൂടി ഉപ്പ് വേണം. ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടി പോകും. നെക്സ്റ്റ് ചേമ്പ് നല്ല മഞ്ഞ കളറിലിരിക്കണം ഇഷ്ടം. അപ്പോൾ ഞാൻ കപ്പേനേക്കാളും കൂടുതൽ, കപ്പയല്ല സോറി, ആദ്യം ഉണ്ടാക്കിയില്ലേ ചക്ക, അതിനേക്കാളും കൂടുതൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ കടച്ചക്ക ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ തേങ്ങ ഇടുന്നില്ല, ജസ്റ്റ് ചതച്ച മുളകും വെളുത്തുള്ളിയും വേപ്പലയൊക്കെ ഇടുന്നുള്ളൂ. ഈ കടച്ചക്കൊക്കെ എപ്പോഴും ചതച്ച മുളക് ഇട്ട് വെക്കണമെന്നല്ല, കുറേ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവണം. ഇതിപ്പോൾ സീസൺ തീരാറാകും കേട്ടോ, അടുത്ത മാസം കൂടി ഉണ്ടാവും തോന്നുന്നു. ബട്ട് അതിനേക്കാൾ മുമ്പ് നിങ്ങളിത് ട്രൈ ചെയ്യണേ, അതൊരു റിക്വസ്റ്റാണ്. ബിക്കോസ് അത്രയും ടേസ്റ്റായി കടച്ചക്ക. അതുകൊണ്ട് കടച്ചക്കയുടെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല കേട്ടോ. മീൻകറി ഒരു സൈഡിൽ, കുഴച്ച സാധനങ്ങൾ ഒരു സൈഡിൽ, പച്ചക്കായ കുഴച്ചത്, ഇത് നമ്മുടെ പാൽക്കപ്പ, ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇത് ചക്ക, പച്ച ചക്ക കുഴച്ചത്, ഇത് ഈ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് ചേന കുഴച്ചത്, അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോവുക പുതിയതായിട്ട്. പിന്നെ ഇത് കടച്ചക്ക കുഴച്ചത്, ഇത് അടിപൊളിയാണ്. അത് ചേമ്പ് കുഴച്ചത്. നമുക്ക് ആദ്യം ധന്യയുടെ വീട്ടിലെ മീൻകറി നട്ട്സ് അരച്ചിട്ടില്ലേ, അത് വെച്ച് തുടങ്ങാം. അതും പാൽക്കപ്പയാണ് ഞാൻ ആദ്യം എടുത്തത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് നോക്കാനൊന്നുമില്ല, പൊളിയാണ്. ഞാൻ പകുതിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇത് ശരിക്കും കപ്പയുടെ കൂടെയാണ് കേട്ടോ ബെസ്റ്റ്. ചോറിനേക്കാളും എനിക്ക് തോന്നുന്നു കപ്പ അങ്ങനത്തെ സാധനങ്ങളില്ലേ, ഈവൻ പൊറോട്ട നട്ട്സൊക്കെ ഇട്ടേക്കണ കാരണം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് ചേരും. ഇത് പച്ചച്ചക്കയാണ്. ഇനി മമ്മിയുടെ കൊടകര സ്റ്റൈൽ മീൻകറിയുടെ കൂടെ ട്രൈ ചെയ്യണം. എനിക്കെന്തോ ഒരു ഫീലിംഗ് ഇത് ചോറിൻ്റെ കൂടെ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ ഒരു രക്ഷയില്ല കേട്ടോ, ബട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇന്നേ ഒരു വഴിയാവും കേട്ടോ. ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ചില ദിവസം നമുക്ക് എരിവുള്ളതായിരിക്കും ക്രേവ് ചെയ്യാം, ചില ദിവസം കൂടുതൽ തേങ്ങാപ്പാലുള്ളത്, അങ്ങനെ നോക്കി ഉണ്ടാക്കിയാൽ മതി. എന്തായാലും വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇനി ഇത്രയേ കഴിക്കണുള്ളൂ, ബാക്കിയെല്ലാം ട്രൈ ചെയ്യാനുണ്ട്. ഇനി ഇവിടെ എപ്പോഴും ഉണ്ടാക്കണം മീൻകറി, അതിന് കുറച്ച് മമ്മിയുടെ വഴറ്റിയിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു മേജർ ഡിഫറൻസ് ഉണ്ടാക്കാം എനിക്ക്. ആൻഡ് ചേമ്പ് കുഴച്ചതെന്നല്ലല്ലോ പറയാം, പുഴുക്ക്. ഒരു ചേഞ്ചിന് കൊള്ളാം. പച്ചച്ചക്ക ഉണ്ടല്ലോ, പച്ചച്ചക്കയും പാൽക്കപ്പയും കടച്ചക്കയൊക്കെ ആയിരിക്കുള്ളൂ എൻ്റെ ഫേവററ്റ്. കടച്ചക്ക പിന്നെ എനിക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാക്കണ ഒരു ഇതാണ് സീസണിൽ, ആൻഡ് എൻ്റെ ഫേവററ്റാണ്. വറുത്തരച്ച കടച്ചക്ക കറി, അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിവിടെ വീട്ടിലുണ്ടാക്കണ എപ്പോഴും ഉണ്ടാക്കണ മീൻകറി. ഞാൻ മീൻ എടുക്കുന്നില്ല കേട്ടോ, ഓവറായി. ഇന്ന് ഉദ്ദേശിച്ച പോലെയല്ല, കുറച്ച് അധികമായി സാധനങ്ങളായിപ്പോയി, കഴിക്കാൻ പറ്റുന്നില്ല. ഒന്നും പറയാനില്ല, ട്രൈ ചെയ്ത് എന്തായാലും. എൻ്റെ അമ്മ ഇനിയും കിടക്കണ, ഞാൻ ട്രൈ ചെയ്യണം ഇനി. അയ്യോ, പച്ചക്കായ ഉണ്ട്, ചേനയുണ്ട്. ഇത് ഭയങ്കര ഐഡിയ ആയി പോയിട്ടാ. ഇത് ചേന കുഴച്ചത്, അത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ആക്ച്വലി നല്ല, ചേന കുഴച്ചത് ആക്ച്വലി നല്ല. ചേമ്പിനേക്കാൾ എനിക്കിഷ്ടമായി. ബട്ട് ഇവിടെ എല്ലാവർക്കും ചേമ്പ് ഇഷ്ടമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ. പച്ചക്കായ ഏകദേശമൊക്കെ നമ്മുടെ എരിശ്ശേരി ഇല്ലേ, പച്ചക്കായ എരിശ്ശേരി ഓണത്തിനൊക്കെ വെക്കുന്ന അതുപോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രൈ ചെയ്യണമെന്നില്ല. ബട്ട് ഈ ചേനയും ചേമ്പും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പാൽക്കപ്പയും കടച്ചക്കയും ആൻഡ് ചക്ക പച്ചച്ചക്ക കുഴച്ചതും മസ്റ്റ് ട്രൈ ആണ് ഈ സീസണിൽ. ആൻഡ് മീൻകറി എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ അത് ഏത് ഉണ്ടാക്കണമെന്ന്. ഇന്നത്തെ റെസിപ്പീസ് ഓവർലോഡഡ് ആയില്ല എന്ന് തോന്നുന്നു. ബൈ, എല്ലാവരും ട്രൈ ചെയ്യുക. പോയാലേ 2 ദിവസമായിട്ട് കഴിക്കാൻ തുടങ്ങിയതാ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചാലേ ഈ ചക്ക വരട്ടിയത് എൻ്റെ കുറേ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവും. ഇത് ഇത്രയും കൂടി ഉണ്ട് ബാക്കി. ഇനി ഇതാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ. മറ്റേ ഇതുപോലെ ഇല്ല, അലുവയുടെ കട്ടിയുള്ള പ്രശ്നമില്ല. ഇതും
ഉണ്ടാക്കി വെക്കണേ. ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. മുമ്പ് ജസ്റ്റ് ചക്ക വരട്ടിയത്, കിച്ചൺ ടൈൽസ് ബൈ നീതു, അങ്ങനെ ഗൂഗിൾ ചെയ്താൽ മതി. നിർത്താൻ പറ്റില്ല. തടി കുറയ്ക്കണ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി നോക്കണ സമയമാണെങ്കിൽ ഉണ്ടാക്കണ്ട കേട്ടോ.